അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ കുളി കഴിഞ്ഞത്. അത് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ, കുളിയൊക്കെ തോന്നിയ സമയത്താണ്. പിന്നെ അമ്മ ഉച്ചയ്ക്ക് തലേദിവസത്തെ പോർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോർക്ക്. അപ്പോൾ അവനെ ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ തലേദിവസത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കും സച്ചുവിനും ബിരിയാണി വേണ്ട പറഞ്ഞു. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അമ്മ ചൂടാക്കി തന്നപ്പോൾ അത് ഞാൻ കഴിച്ചു. അതിനുശേഷം പിള്ളേർക്ക് രണ്ടുപേർക്കും വാരി കൊടുത്തു കേട്ടോ. സച്ചുവിന് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഒരു പീസൊക്കെ കഴിക്കുക, അതിൽ കൂടുതൽ ഞാൻ കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചത്തെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ അത് അമ്മ മുറ്റടിക്കുന്നുണ്ട്, അച്ഛമ്മയും അച്ഛനും ഇത് ഉമ്മാർത്തിരിക്കുന്നുണ്ട്. അച്ഛമ്മ പിറ്റേ ദിവസത്തേക്കുള്ള അമ്പലത്തേക്കുള്ള പൂ നേരൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ നിവ്യ വന്നു കേട്ടോ. അപ്പോൾ അവൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ്. നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ഡ്രസ്സ് ഒന്ന് അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ പോയപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല. പോണ വഴി ഞങ്ങളുടെ പാടാണ് കേട്ടോ, ഇത് നല്ല രസമാണ്. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ രാത്രി ആയിട്ട് പിന്നെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ചിക്കു പോയ കാരണം അവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാണ് കേട്ടോ. അപ്പം കൂട്ടിന് വന്നതാണ് ഞങ്ങൾ 3 പേരും. ഏകദേശം ഒരു 12 മണിക്കാണ് കേട്ടോ ഇവർ ഈ മിച്ചറൊക്കെ ഇരുന്ന് തിന്നണത്. ആദ്യം ചോക്ലേറ്റ് ആയിരുന്നു, പിന്നെ മിച്ചർ എടുത്ത് കുറഞ്ഞ് തിന്നാണ് കേട്ടോ.